എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന അടിപൊളി ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2025 നിങ്ങൾ PR നോക്കിയിട്ട് കാനഡയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നു എങ്കിൽ ഈ ഒരു അടിപൊളി പാത്വേ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ ഒട്ടും തന്നെ സമയം വേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്കാൻഷുവില് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സസ്കാൻഷോ ഇമിഗ്രന്റ് നോമിനി പ്രോഗ്രാം SINP അതിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ജോബ് ഓഫർ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യും. ജോബ് ഓഫർ ഇല്ലെങ്കിൽ കൂടി ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് കാനഡയിലേക്ക് ഡയറക്റ്റ് PR കിട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് സ്റ്റെപ്സുകൾ, ആർക്കൊക്കെ വരാം, എലിജിബിലിറ്റി എന്തൊക്കെയാണ്, എത്രയാകും കോസ്റ്റ്, എത്രയാകും ടൈം ഡ്യൂറേഷൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് PR കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒട്ടും തന്നെ സമയം വേണ്ട, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഈ സസ്കാൻഷോ ഇമിഗ്രന്റ് നോമിനി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ സസ്കാൻഷോ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് ആണ്. ആ ഒരു പ്രൊവിൻസിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഏജിങ് ആവുന്നുണ്ട്, റിട്ടയർ ആവുന്നുണ്ട്. അതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് പിന്നെ അവിടെ ഒരുപാട് ഫീൽഡിലേക്ക് ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പൊ ഇൻ ഡിമാൻഡ് ഫീൽഡൊക്കെ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവിടത്തേക്ക് ആൾക്കാരെ എടുക്കുന്നു. അതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആർക്കൊക്കെയാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്, എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ആർക്കൊക്കെയാണ് ഈ SINPയുടെ അണ്ടറിൽ വരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഏതൊക്കെ കാറ്റഗറീസ് ആണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്കാൻഷൻ എക്സ്പീരിയൻസ് ഉള്ളത്, അതായത് ഓൾറെഡി നിങ്ങൾ സസ്കാൻഷനിലാണ് താമസിക്കുന്നത്, സസ്കാൻഷൻ നിങ്ങൾക്ക് ജോബ് ഓഫർ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് സസ്കാൻഷോയുടെ എക്സ്പീരിയൻസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സെമി സ്കിൽഡ് അഗ്രികൾച്ചർ വർക്കേഴ്സ് ആണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും അഗ്രികൾച്ചർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അണ്ടറിൽ PR അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ട്രക്ക് ഡ്രൈവേഴ്സിനാണ്. ട്രക്ക് ഡ്രൈവേഴ്സ് വിത്ത് എ വാലിഡ് വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഉള്ളൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്കേഴ്സിനാണ്. അതായത് നിങ്ങളിപ്പോൾ കാനഡയിലല്ല, എബ്രോഡ് എവിടെയെങ്കിലും ആണെങ്കിൽ പുറത്തെ കൺട്രിയിൽ നിന്നും കാനഡയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ സസ്കാൻഷോയുടെ ഈ ഒരു പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് ആർക്കൊക്കെയാണ് പറ്റുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് അവർ പറയുന്നത് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് ഓഫർ ഉള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ സസ്കാൻഷോയിൽ ഏതെങ്കിലും ഒരു എംപ്ലോയറിന് എത്തുന്ന നിങ്ങൾക്ക് ഒരു വാലിഡ് ജോബ് ഓഫർ വേണം. അതായത് ജോബ് ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് PR അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു എന്റർപ്രണർ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ രണ്ട് കാറ്റഗറി പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും ബിസിനസ് നമുക്ക് വാങ്ങിക്കാം, അങ്ങനെ ഒരു എന്റർപ്രണറിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടി വരും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സസ്കാൻഷോയിലെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേറെ ഒരു പർട്ടിക്കുലർ സ്ട്രീം ഉണ്ട്, അത് ത്രൂ നിങ്ങൾക്ക് ഇതിലേക്ക് വെച്ചിട്ട് PR കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. ലൈക്ക് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് വിസ മതി. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാനഡയിലെ സ്റ്റാർട്ടപ്പ് വിസാസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, സ്റ്റാർട്ടപ്പ് വിസയിലൂടെ എങ്ങനെയാണ് PR കിട്ടുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ ചാനലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനകത്തുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, നമ്മൾ ഈ SINPക്ക് അപ്ലൈ ചെയ്യണമെങ്കിലുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പോർട്ടലിൽ കയറുന്ന സമയത്ത് ഒരു അസസ്മെന്റ് ഉണ്ടായിരിക്കും. ആ ഒരു അസസ്മെന്റ് നമ്മൾ ആപ്ലിക്കന്റിന് 60 പോയിന്റ് മിനിമം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഇതൊക്കെ വെച്ചിട്ടാണ്. ഇപ്പൊ ലാംഗ്വേജ് ആണെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷും ഉണ്ട്, ഫ്രഞ്ചും ഉണ്ട്. ഇപ്പൊ ബൈലിംഗൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിനൊരു എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും, അതായത് 2020 നവംബർ മുതൽ ഈ ഒരു ബൈലിംഗൽ ആൾക്കാർക്ക് എക്സ്ട്രാ 10 പോയിന്റ്സും കൊടുക്കുന്ന ഒരു സ്ട്രീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ബൈലിംഗൾക്ക് ഫ്രഞ്ചും ഇംഗ്ലീഷും അറിയാമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 10 പോയിന്റ്സ് കിട്ടും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ പോയിന്റ്സ് അവർ അസസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ കാണണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ജോബ് ഓഫർ ഉള്ളപ്പോഴത്തേന് ആ ഒരു ജോബ് സീക്കർ നമ്പറും കൂടി വേണം. പിന്നെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, IELTS, സെൽഫ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഞ്ച് എടുക്കുന്നെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റിന്റെ റിസൾട്ട് വേണം. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട, പിന്നെ നിങ്ങളുടെ രാജ്യത്തെ പാസ്പോർട്ട്, പിന്നെ നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിന്റെ സർട്ടിഫിക്കറ്റ്സുകൾ, കോഴ്സ് ചെയ്ത സർട്ടിഫിക്കറ്റ്സുകൾ, അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും ആണ് ഇതിന് വേണ്ടത്. ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും തന്നെ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജോബ് ഓഫറിന്റെ അണ്ടറിൽ എങ്ങനെയാണ് SINP അപ്ലൈ ചെയ്യുന്നത്. ഇനി ജോബ് ഓഫർ ഒന്നും തന്നെ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ SINPയുടെ അണ്ടറിൽ 2025 PR കിട്ടുന്ന സ്ട്രീമിലേക്ക് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് ഈ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ നമ്മൾ നോർമലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ അത് നമ്മൾ മെൻഷൻ ചെയ്ത് നമുക്ക് സസ്കാൻഷനിലേക്ക് മൂവ് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുള്ള ഒരു ഫോം നമ്മൾ ക്ലിക്ക്
ചെയ്ത് അത് ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചോദിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ, എക്സ്പീരിയൻസ് ആണെങ്കിൽ, ലാംഗ്വേജ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും PDF ഫോർമാറ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. മൂന്നാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് ഒക്കെ സബ്സ്റ്റാൻഷ്യൽ ഇമിഗ്രന്റ് അതോറിറ്റീസ് വെരിഫൈ ചെയ്യുക. അപ്പൊ നമ്മളുടെ ഒരു വെയിറ്റിംഗ് ടൈം ആണുള്ളത്. ഇവര് നമ്മളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് അതോറിറ്റീസ് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്ടഡ് ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് PNB കിട്ടും, സബ്സ്റ്റാൻഷ്യൽ PNB അപ്രൂവൽ ആയിട്ട് കിട്ടും. ഈ അപ്രൂവൽ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് PR കിട്ടും. പോയിന്റ്സ് ആഡ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് PR കിട്ടും എന്നാണ് ഇവർ ഈ പറയുന്ന ഈ സ്ട്രീമിന്റെ അണ്ടറിൽ. പ്രോസസ്സുകളെല്ലാം ഒരുപാട് സമയമാണ് എടുക്കുന്നത്. ഇതിന്റെ അകത്തുള്ള ഈ ഒരു SINPയുടെ പ്രോസസ്സിംഗ് ടൈമും കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിടം മുതലും നമുക്ക് ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്നവരെ അറൗണ്ട് ഒരു 6 months എടുക്കുമെന്നാണ് പറയുന്നത്. ഇതിന്റെ അകത്തുള്ള ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള PNB പ്രോസസ്സുകളെ അപേക്ഷിച്ചും പ്രോസസ്സിംഗ് ടൈം ഭയങ്കര കുറവാണ്. പിന്നെ അത് മാത്രമല്ല ബാക്കിയുള്ള PNBനെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഭയങ്കര അഫോർഡബിൾ ആണ്. പല പല കാറ്റഗറിയിൽ പല പല കോസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ആ ഒരു SINPയുടെ പ്രൊഫൈൽ നോക്കുമ്പോഴത്തേന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഏത് കാറ്റഗറിയിലാണോ സബ്മിറ്റ് ചെയ്യുന്നത് അതിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഫീസിന്റെ ആ ഒരു സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ജോബ് ഓഫറിന്റെ ആവശ്യമില്ല. നോ ജോബ് ഓഫർ ആണ് ഈ ഒരു സ്ട്രീമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാറ്റഗറി അണ്ടറിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഒരുപാട് ആൾക്കാർ ഈ ഡയറക്റ്റായിട്ട് SINP കിട്ടിയിട്ട് സബ്സ്ക്രിപ്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് കൺട്രിയിൽ നിന്ന്. അപ്പൊ ചിലപ്പോൾ ഈ ഒരു പാത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം, ഏതെങ്കിലും ടോപ്പിക്സിൽ വീഡിയോ വേണം, അങ്ങനെയുള്ള അതും മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.